എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ഈവനിങ് മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ 4 മണിക്കാണ് ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഏട്ടന് ഷുഗർ കാരണം ഡോക്ടർ പാൽ ചായ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടന് മാത്രം കട്ടൻ ചായയും എനിക്കും അമ്മയ്ക്കും പിന്നെ മോൾക്കും ഇന്ന് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കും പാൽ ചായയും വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും എടുക്കുകയാണിത്. ഈ കേക്ക് ഏട്ടനും അമ്മയ്ക്കും പറ്റില്ല. അവർക്ക് വേറെ സാധനം ബേക്കറി ഉണ്ടായിരുന്നു. ഈ ഉള്ള ഒരു വട്ടത്തിലൊരു നുറുക്ക് പോലൊരു സാധനം, അതാണ് അവർക്ക് വെക്കണത്. ഇത് പിന്നെ കുഴലപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്കും ഇത് എനിക്കും മോൾക്കും കൂടിയിട്ടാണ് ട്ടോ ചായക്ക് എടുക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ ചായയുടെ മുതലുള്ള കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പോൾ ചായയുടെ പരിപാടിയാണ്. ചായ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പുറത്തൊന്ന് പോവാൻ. രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചാൽ വെയിലാവും. അപ്പോൾ അതുകൊണ്ട് മറ്റതൊക്കെ ഏട്ടനല്ലേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട്, ഇപ്പം ഞാൻ തന്നെ പോകണം. അതുകൊണ്ട് വെയിലത്ത് ഞാൻ ഇറങ്ങാറില്ല. വെയിൽ ഒന്ന് മാറിയിട്ട് പിന്നെ വൈകുന്നേരം ചായയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് പുറത്ത് പോകണത് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. മെയിനായിട്ടൊരു സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ പണ്ടത്തെ രീതിയിൽ ചായയൊക്കെ ഉണ്ടാക്കി നിലത്തിരുന്നിട്ട് എല്ലാവരും വട്ടത്തിൽ നാട്ടുവർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ചായ കുടി. ഞാനും അമ്മയും ഏട്ടനും പിന്നെ മോൾ ഈ സമയത്ത് ഞാൻ പുറത്ത് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ കുളിക്കാൻ പോയി. അവളും വരുന്നുണ്ട് പറഞ്ഞിട്ട് അവൾ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉള്ള ചായയൊക്കെ റെഡിയാക്കുകയാണ്. പിന്നെ വർത്തമാനമൊക്കെ പറഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ചായയോടൊപ്പം കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ചായ കുടി കഴിഞ്ഞ് ഞാനും മോളും കൂടി പെട്ടെന്ന് തന്നെ പോയി. പിന്നെ അമ്മയേട്ടനും അവിടെ ഇരുന്ന് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് മെല്ലെ എണീറ്റ് വന്നിരുന്നു. അത് ചായ കുടിക്കുകയാണ് കേട്ടോ. ചായയും അതിനോടൊപ്പം ബേക്കറി ഉണ്ട്. അപ്പം അമ്മയ്ക്കൊക്കെ കുഴലപ്പത്തിൻ്റെ ഒരു പകുതി മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മോളുടെ ചായ അവിടെ വെച്ചിട്ടുണ്ട്. മോള് കുളി കഴിഞ്ഞ് എത്തിയിട്ടില്ല. അപ്പം അതെ, പകുതി കുളി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. തല മാത്രം കഴുകിയിട്ടുള്ളൂ, ഇനി ബാക്കി മേല് കഴുകിയിട്ടില്ല. അപ്പം ഞാൻ നീ വരണ്ടാന്ന് പറഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ പൊടിയിലേക്ക് വെയിലത്തേക്ക് പിന്നെ വരണ്ടാന്ന് പറഞ്ഞപ്പോൾ അവളുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ വേഗം ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. പകുതി തലയും കഴുകി വന്നിരുന്നു. ഞാനോട്ട് പോവുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വേഗം ഓടി വന്നതാണ്. അപ്പോൾ പിന്നെ വന്ന സ്ഥിതിക്ക് ചായയും കഴിച്ചിട്ടാണ് പോയി. പിന്നെ ഞാനൊന്ന് റെഡി ആവുകയാണ്. വല്ലാതെ റെഡി ആവാനൊന്നുമില്ല. മുടിയൊന്ന് കേട്ടിട്ട് പൗഡർ ഇടണം, ഒരു പൊട്ടും വെക്കണം, അത്ര തന്നെ. പൊട്ടൊക്കെ ആണെങ്കിൽ ഈ കട്ടിലയുടെ മുകളിലും വാതിലിൻ്റെ മുകളിലും ഒക്കെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ അതൊന്നും എടുത്ത് വെക്കുകയേ വേണ്ടു. മുടി വല്ലാതെ കൊഴിഞ്ഞു പോകട്ടെ. എൻ്റെ അതെ മോളുടെ അതെ. ഞങ്ങൾ അങ്ങനെ മുടി ശ്രദ്ധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ശ്രദ്ധ ഇല്ലാതല്ല. കുറേ 1-2 മണിക്കൂറൊക്കെ ഞങ്ങൾ പാരച്യൂട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് ഇരിക്കാറുണ്ട്. പിന്നെ ഷാമ്പു ഇട്ട് കഴുകി കളയും. അങ്ങനെയൊക്കെ അത്രയ്ക്ക് തന്നെയാണ് മുടിയുടെ ഒരു കെയറിങ് ഉള്ളൂ. പക്ഷെ മുടി വല്ലാതെ അങ്ങനെ കൊഴിഞ്ഞു പോയിട്ട് ഈ അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കോലട്ടോ. അപ്പം അത് ഞങ്ങൾ മേക്കപ്പ് എന്നൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്മ തുണിയൊക്കെ എടുത്ത് മടക്കി വെക്കുന്നു. ഉച്ചരിയുമ്പോഴത്തെ അല്ലാതെ ചില്ലറ പരിപാടികൾ അമ്മ തന്നെ നോക്കുന്നുണ്ട്. അപ്പം അത് ധൈര്യത്തിൽ വേഗം പുറത്ത് പോയിട്ടൊന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വരാമെന്ന് വിചാരിച്ചു. ഇനി വന്നതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഭാഗം നനയ്ക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വേഗം പോയി വന്നാലേ അത് ഒന്ന് നനച്ചിടാലോ. പിന്നെ നാളെ ഒരു ഭാഗം അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോഴേക്കും മോളും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോയി സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. പക്ഷെ വാങ്ങാൻ വേണ്ടി പോയ സാധനം കിട്ടാത്തതുകൊണ്ട് ആകെ മൂഡ് ഔട്ടായിട്ടോ. പിന്നെ അന്ന് ഒരു പരിപാടി നടന്നില്ല. തിരിച്ച് വന്നിട്ട് ഞാൻ കുറേ നേരം വെറുതെ അങ്ങനെ ഇരുന്നു. വാങ്ങാൻ വിചാരിച്ച സാധനമൊന്നും കിട്ടിയതുമില്ല. ആ കട ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് വാങ്ങാതെ പോകുന്നത്. ആ കടയിലേക്ക് വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്നിട്ട് പിന്നെ ഒരു മനസ്സിനൊരു സുഖം ഉണ്ടായില്ല. അപ്പോൾ എവിടെയും നനച്ചതൊന്നുമില്ല. വെറുതെ അങ്ങനെ ഇരുന്നു. വെറുതെ സമയമാണ്ട് കളഞ്ഞു. നമ്മൾ വിചാരിച്ചത് നടന്നില്ല വെച്ചാൽ പിന്നെ അന്ന് ആകെ ഒരു മൂഡ് ഔട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കിട്ടാത്തതുകൊണ്ട് തിരിച്ചു പോന്നു. അപ്പോഴാണ് മോളുടെ വക
ഒരു ഷേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത്. പാലും അണ്ടിപ്പരിപ്പും പഞ്ചസാരയും പഴം വീട്ടിലുണ്ടായിരുന്നു. അത് അല്ലാതെ ഐസ്ക്രീം ഒന്നുമില്ല കേട്ടോ. വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ മോള് ചെറിയൊരു ഷേക്ക് അടിക്കാന്ന് വെച്ചു. ഈ ഷേക്ക് അടിച്ചാലും എനിക്കും മോൾക്കും മാത്രം മതി. ഇന്ന് ഏതായാലും എൻ്റെ പിറന്നാളല്ലേ, പിറന്നാളിൻ്റെ അന്നത്തെ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ആ മോള് പറഞ്ഞു, അമ്മയ്ക്ക് പിറന്നാളായിട്ട് മധുരമൊന്നും ഉണ്ടായില്ലല്ലോ, അപ്പോൾ ഒരു ഷേക്ക് അടിച്ചാലോ, പാലൊക്കെ ഏതായാലും ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പാല് മോള് ഫ്രീസറിൽ വെച്ചിരുന്നു. അപ്പോൾ അത് കട്ടേക്ക് എടുത്തു. അങ്ങനെ ഒരു ചെറിയ തട്ടിക്കൂട്ട് എനിക്കും മോൾക്കും മാത്രമായിട്ട് പിറന്നാളിൻ്റെ ഒരു മധുരം ഒരു ഷേക്ക് ഉണ്ടാക്കുകയാണ് മോളുടെ വക. അപ്പോൾ അവളതൊക്കെ അടിച്ചു തന്നു. ഞങ്ങൾ ഭക്ഷണം രാത്രിയിലത്തേക്ക് കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ അമ്മമ്മയ്ക്ക് വേണ്ടാന്ന് വന്ന് പറയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പഞ്ചസാര ഇടാതെ കുറച്ച് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം അമ്മമ്മയ്ക്ക് പഞ്ചസാര ഇടാതെ മോളടിച്ചും വേറെ ക്ലാസ്സിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കും മോൾക്കുള്ളത്, പിന്നെ ഏട്ടന് പിന്നെ കൊടുക്കാനും പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഷേക്കൊക്കെ റെഡിയാക്കി. ഏതായാലും ഷേക്കൊക്കെ അടിച്ചതല്ല, അപ്പോൾ ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ ഒരു കുറവ് തന്നെ ഉള്ളൂ. പക്ഷെ ഇല്ലെങ്കിലും ഗ്ലാസ്സൊക്കെ നല്ല സ്റ്റൈലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷേക്കിൻ്റെ ഗ്ലാസ്സൊക്കെ എടുത്ത് കഴുകി അതിൽ ഒഴിച്ചിട്ട് കുടിക്കുകയാണ് കേട്ടോ. അപ്പം അമ്മമ്മയ്ക്ക് കൊടുത്തു. ഇതേ പഴം നന്നായിട്ട് അവൾ അരച്ചിട്ടില്ല, പഴം അങ്ങനെ കിടക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഏതായാലും മെനക്കെട്ട സ്ഥിതിക്ക് ആ പഴം നന്നായിട്ട് വൃത്തിയായിട്ട് അടിച്ച് കുറച്ചും കൂടി കട്ട ആയിരുന്നു എന്ന് പഠിച്ചപ്പോൾ അരഞ്ഞു എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തത് മിക്സിയിലിട്ട് അരച്ചിക്കാതെ തന്നെ അമ്മമ്മയ്ക്കും എനിക്കും മോൾക്കും ഉള്ളതാണ്. അപ്പം അമ്മമ്മ വേണ്ട, തണുപ്പാണ്, ഇപ്പം തണുപ്പ് പോയി ഇനി കുടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതവിടെ നിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയും ഇല്ല, തണുപ്പും ഇല്ല. അപ്പം ഇതെന്ത് ഷേക്കാന്ന് ചോദിക്കുന്നുണ്ട് മോള്. അമ്മമ്മ തണുപ്പിൽ മാറുന്ന വരെ വെച്ചിരിക്കണം എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മമ്മയ്ക്ക് അത് മാറിയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് നിലത്തവിടെ വെക്കുകയാണ്. പിന്നെ കുടിച്ചില്ല കേട്ടോ. ഒന്നാമത് അതിനിപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ലല്ലോ, അപ്പം അത് കുടിച്ചില്ല. പിന്നെ അതിൻ്റെ അത് കളഞ്ഞിട്ട് കഴുകി വെക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഗ്ലാസും മിക്സിയൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചു. അപ്പോൾ രാത്രിയിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. വൈകുന്നേരം പറക്കി കൊടുന്ന മാങ്ങയൊന്നും ഇതുവരെ അകത്തിക്കാണ്ട് എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് ഗ്രില്ലൊക്കെ പൂട്ടി ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.